ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ വർഷത്തെ എൻ്റെ ഒരു വിഷ് ലിസ്റ്റായിരുന്നു ഒരു ബുക്കെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് തീർക്കണം എന്നുള്ളത്. എല്ലാ പ്രാവശ്യവും ഒരു ബുക്ക് എടുക്കും, ഒരു എടുക്കുന്ന ദിവസം ഒരു 5-6 പേജ് വായിച്ച് തീർക്കും. പിന്നെ അതിന് പിന്നെ അത് തുറക്കില്ല. പക്ഷേ ഈ വർഷം ആദ്യം തുടങ്ങിയപ്പോൾ വിചാരിച്ചു, പക്ഷേ അത് നടന്നില്ല. അങ്ങനെ ഇന്നലെ ഓഗസ്റ്റ് ആയപ്പോൾ ഇതെൻ്റെ ബർത്ത്ഡേ മന്താണ്. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ, ഇപ്പം ഈ മന്ത് തന്നെ നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അത് റിഗ്രറ്റ് ആവാൻ പാടില്ലല്ലോ. ലാസ്റ്റ് 12 മന്തിൻ്റെ എന്തൊക്കെ ചെയ്തു എന്ന് നോക്കുമ്പോൾ അയ്യോ ഇത് ചെയ്തിരിക്കാമായിരുന്നല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. സോ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ബുക്ക് എടുത്ത്, ഈ ബുക്കായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ബുക്ക് എടുത്ത് ദ മാജിക്. അങ്ങനെ പണ്ട് ലൈബ്രറിയിൽ നിന്നൊക്കെ ബുക്ക് എടുക്കും, 1 മന്തിന് വേണ്ടിയിട്ടുള്ള ബുക്ക് എടുക്കും. എന്നിട്ട് കുറച്ച് പേജ് വായിച്ചിട്ട് അത് പിന്നെ വായിക്കത്തില്ല, പിന്നെ ഡേറ്റ് തീരാറായല്ലോ എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കും. പക്ഷെ ഇപ്പം ഈ വീട്ടിലുണ്ടായിരുന്നൊരു ബുക്ക്. സോ ഇതിൽ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അതിലോർമ്മയുണ്ടായിരുന്നു, ദോസ് ഹൂ ഡോണ്ട് ബിലീവ് ഇൻ മാജിക് വിൽ നെവർ ഫൈൻഡ് ഇറ്റ്. ഇത് ഞാൻ ഇന്നലെ ഒരു 14 പേജോളം വായിച്ച്, ഇന്നിപ്പോൾ 15-ാമത്തെ പേജാണ് വായിക്കാൻ പോകുന്നത്. അതിൽ ഇന്നലെ വായിച്ചതിൽ ഓർമ്മ കൂടെ ഉണ്ട്, ഇന്നലെ വീഡിയോ എടുത്തില്ല. ഇന്നലെ വായിച്ചതിൽ എനിക്ക് ഓർമ്മ ഇഷ്ടപ്പെട്ടു. When you arise in the morning, give thanks for the morning light, for your life and strength. Give thanks for your food and the joy of living. If you see no reason for giving thanks, the fault lies with yourself. കറക്റ്റ്. എനിക്കത് ഇഷ്ടമായി. നമ്മൾ എത്രത്തോളം നമ്മൾ കൊടുക്കുന്നു അത്രത്തോളം നമുക്കത് കിട്ടും. അത് ഹാപ്പിനെസ് ആണെങ്കിൽ ഹാപ്പിനെസ് അത്രത്തോളം കിട്ടും എന്നാണ് തോന്നുന്നത്. അപ്പം ആരെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്താൽ മറക്കാണ്ട് താങ്ക്സ് പറയും. അത് കുഞ്ഞ് ഹെൽപ്പാണെങ്കിൽ പോലും അവർക്ക് നമ്മളത്ര അറിയാത്തവരായിരിക്കാം. ഇനി അറിയുന്നവരാണല്ലോ താങ്ക്സ് ഒക്കെ എന്തിന് എങ്കിലും നമ്മൾ താങ്ക്സ് പറയാം. അത് നമ്മൾ ഭയങ്കര കൈൻഡായിട്ടുള്ള പേഴ്സൺ ആക്കും.